ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഒരുപാട് നാളായി പോകണമെന്ന് മനസ്സിൽ വിചാരിച്ച ഒരു സ്ഥലത്തേക്കാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ആദിയോഗി പ്രതിമ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ചാനൽ ആദ്യമായി കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞങ്ങൾ കാറിലാണ് വന്നത്. അതല്ലാതെ നാട്ടിൽ നിന്നും ധാരാളം ട്രെയിൻ സർവീസുകൾ കോയമ്പത്തൂരേക്കുണ്ട്. കോയമ്പത്തൂർ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയാൽ ആദിയോഗിയിലേക്ക് ധാരാളം ബസ് സർവീസും ഉണ്ട്. പിന്നെ ഇവിടെ ഈ പ്രതിമ മാത്രമല്ല, ഇഷ ഫൗണ്ടേഷന്റെ ഒരു യോഗ സെന്ററും അവിടെ ഒരുപാട് കാഴ്ചകളും ഉണ്ട്. ബസ്സിലായാലും കാറിലായാലും നമ്മൾ ഇഷ യോഗ സെന്ററിന്റെ മുന്നിലാണ് വന്നിറങ്ങുക. അവിടെ നിന്നും 1/2 കിലോമീറ്റർ മാറിയാണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായിട്ട് വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. കാർ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള 30 രൂപ അല്ലാതെ ഇവിടെ വേറെ യാതൊരുവിധ എൻട്രി ഫീയും ഇല്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അങ്ങനെ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ആദിയോഗി പ്രതിമയുടെ അടുത്തേക്ക് നടന്നു. പ്രതിമയുടെ അടുത്തേക്ക് നടന്നോ അതോ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന കാളവണ്ടികളിലോ പോകാം. കാളവണ്ടിയിൽ ഒരാൾക്ക് 10 രൂപ മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. പോകുന്ന വഴി എത്രയും ടൈലൊക്കെ പാകി മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇരുവശങ്ങളിലുമായി ചെറിയ സ്റ്റോളുകളും ടീ ഷോപ്പുകളും ഒക്കെയുണ്ട്. 150 ഏക്കറിലേറെ പരന്നു കിടക്കുന്ന ഗ്രൗണ്ടിന്റെ നടുവിലായാണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 112 അടി ഉയരമുള്ള ശിവഭഗവാന്റെ ഒരു അർദ്ധകായ പ്രതിമയാണിത്. കല്ലും സിമന്റും ഒന്നും കൊണ്ടല്ല, ഇത് മുഴുവനായും സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രതിമയല്ലെങ്കിലും ഒരു ഗിന്നസ് റെക്കോർഡ് ഉണ്ട് ആദിയോഗി പ്രതിമയ്ക്ക്. നെഞ്ചിന് മുകളിലേക്ക് പണിതതിൽ ഏറ്റവും വലിയ പ്രതിമ ഇതാണ്. യോഗയുടെ യഥാർത്ഥ ആചാര്യൻ മഹാദേവനാണെന്ന ആശയത്തിൽ നിന്നുമാണ് ആദിയോഗി എന്ന പേര് തന്നെ ഉണ്ടായിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ രാത്രി 8 വരെയാണ് ഇവിടെ പ്രവേശന സമയം. ആരും തല്ല അത്ഭുതത്തോടെ നോക്കി നിന്ന് പോകുന്ന ഈ പ്രതിമ കാണാൻ എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയും കോയമ്പത്തൂരിലെ ഉച്ചവെയിൽ സഹിച്ചും ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ മഹാശിവരാത്രി ആഘോഷങ്ങളുടെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിമ മോടി പിടിപ്പിക്കുന്നതിനുള്ള ക്രെയിന്റെയും മറ്റും പ്രസൻസും ശബ്ദവും നമ്മുടെ കാഴ്ചാനുഭവത്തെയും ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷത്തെയും ബാധിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഇപ്പോൾ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശിവരാത്രിക്കോ അതിനുശേഷമുള്ള ദിവസങ്ങളിലോ പോയാൽ പൂർണ്ണമായ ഒരു കാഴ്ചാനുഭവം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഏകദേശം 4 മണി സമയമാണ്. ഉച്ചവെയിൽ താണിരിക്കുന്നു. അത് കരുതി തന്നെയാണ് ഞങ്ങൾ ഈ സമയത്ത് എത്തിയത്. ഫോട്ടോസ് എടുത്തും വീഡിയോസ് എടുത്തും ഞങ്ങൾ ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിരുന്നു. സന്ധ്യയ്ക്ക് നടക്കാനിരിക്കുന്ന ലേസർ ഷോ ആയിരുന്നു പ്രധാന ലക്ഷ്യം. എങ്കിലും അടുത്ത് തന്നെ യോഗ സെന്റർ ഉണ്ടല്ലോ, വേഗം പോയി അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ യോഗ സെന്ററിന്റെ എൻട്രൻസിലെത്തി. കനത്ത സെക്യൂരിറ്റി ചെക്കിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് കടത്തിവിടുക. ക്യാമറ, മൊബൈൽ ഫോൺ തുടങ്ങി എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കണം. അതുകൊണ്ട് അതിനകത്തെ കാഴ്ചകൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ അതിനകത്തേക്ക് കയറിയപ്പോഴാണ് അങ്ങനെ പെട്ടെന്ന് കണ്ടിറങ്ങാൻ പറ്റുന്നതിലധികം കാഴ്ചകൾ നിറഞ്ഞ പ്രശാന്തസുന്ദരമായ ഒരു ഇടമാണിതെന്ന് മനസ്സിലായത്. പരിസ്ഥിതി സൗഹൃദ സൗന്ദര്യ ശാസ്ത്രത്തിന്റെ എല്ലാ സാധ്യതകളും ഉൾക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു യോഗ കേന്ദ്രമാണിത്. യോഗ പഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമായി വന്നിട്ടുള്ള ഫോറിനേഴ്സ് ഉൾപ്പെടെ ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ധ്യാനലിംഗ, ലിംഗഭൈരവി ക്ഷേത്രങ്ങളും സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് എന്നിങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക കുളങ്ങളും ഉണ്ട്. കുളം എന്നാൽ ചെറിയ സ്വിമ്മിംഗ് പൂളൊന്നുമല്ല, ഏകദേശം 50 അടി ഉയരത്തിൽ നിന്നും വെള്ളം ധാരയായി താഴേക്ക് പതിക്കുന്ന ഒരു വലിയ കുളം. ലക്ഷങ്ങൾ ഫീസ് വാങ്ങിയ NRSന് മറ്റു യോഗാവിധികൾ പഠിപ്പിക്കുന്ന, അതുപോലെ വലിയ വലിയ അക്കോമഡേഷൻ പാക്കേജുകളുള്ള ഈ സ്ഥലം പക്ഷെ പൊതുജനങ്ങൾക്ക് തികച്ചും സൗജന്യമായി സന്ദർശിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യാമെന്നത് മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്.
അങ്ങനെ യോഗ സെന്ററും കണ്ട് തിരിച്ച് ആദിയോഗിയുടെ അരികിലേക്ക് ലേസർ ഷോ കാണാൻ. 7:20 തുടങ്ങി 15 മിനിറ്റ് നീണ്ട ലേസർ ഷോ മോഡേൺ ടെക്നോളജിയുടെ സഹായത്തോടെ നല്ലൊരു ദൃശ്യാനുഭവമാണ് തരുന്നത്. ലേസർ ഷോ കാണാത്തവർക്ക് അതിന്റെ ഫുൾ വീഡിയോ 4 പാർട്ടായിട്ട് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന കാര്യമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരുന്ന പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. അപ്പോൾ മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്